ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റാണ്. എന്താണ് ഫസ്റ്റ് യൂണിറ്റിൻ്റെ നെയിം? ടെൻഡർ ടച്ച്. അതിലെ 1ാമത്തെ ചാപ്റ്റർ ഏതാണെന്ന് നമുക്ക് നോക്കാം. എ സണ്ണി മോർണിംഗ്. എന്താണ് സൺ എന്ന് പറഞ്ഞാൽ? എന്താണ്? സൂര്യൻ അല്ലേ? മോർണിംഗ് രാവിലെ. സണ്ണി എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശമുള്ള രാവിലെ. എന്താണ് രാവിലെ? എന്താണ് നല്ല വെളിച്ചമല്ലേ ഉണ്ടാവാറ്? രാത്രി എന്താണ് ഇരുടാണ് ഉണ്ടാവാറ്. അപ്പം അങ്ങനെ ഒരു സണ്ണി മോർണിംഗിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം അല്ലേ. ദി മോർണിംഗ് സൺ പീപ്ഡ് ത്രൂ ദി വിൻഡോ. എന്താണ്? പ്രഭാത സൂര്യൻ, രാവിലത്തെ സൂര്യൻ പീപ്ഡ് ത്രൂ ദി വിൻഡോ. എന്താണ്? ജനലിലൂടെ എത്തി നോക്കി. ത്രൂ ദി വിൻഡോ, വിൻഡോയിലൂടെ എത്തി നോക്കി. എന്താണ് ഇവിടെ ഞാൻ മീനിങ് താഴെ എന്താണ് അതിൻ്റെ ഡയറക്റ്റ് മീനിങ്, വേർഡ്സിൻ്റെ മീനിങ് ജസ്റ്റ് ഒന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഓരോ വേർഡ്സിൻ്റെ മീനിങ്ങും നോക്കാം. ദി മോർണിംഗ് സൺ എന്താണ്? രാവിലത്തെ സൂര്യൻ, പ്രഭാത സൂര്യൻ. പീപ്പിഡ് നോക്കി അല്ലെങ്കിൽ എത്തി നോക്കി. ത്രൂ ദി വിൻഡോ, വിൻഡോയിലൂടെ അല്ലേ. രാവിലെ എന്താണ്? ഒരു വെളിച്ചം വരില്ലേ, സൂര്യൻ ഉദിച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. സാഷ സാഷ ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് ഡിയർ അല്ലേ. സാഷ സാഷ ആരോന്ന് വിളിക്കുകയാണല്ലേ. കോഡ്സിലാണ് തന്നത്, ഡബിൾ കോഡ്സിൽ. ആരാണ് സാഷനെ വിളിക്കുന്നത്? ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് ഡിയർ. എന്താണ്? നേരം വൈകുന്നു. എന്താണ് ഇതിൻ്റെ ഡയറക്റ്റ്? ഇറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് എന്നല്ലേ. ഗെറ്റിംഗ് ലേറ്റ് വൈകുന്നു. ഡിയർ പ്രിയപ്പെട്ടവളെ, മോളെ, പ്രിയ എന്നുള്ള മീനിങ്. അതിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ളതാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ വേർഡ്സിൻ്റെ മീനിങ് അറിയാൻ വേണ്ടിയിട്ടാണ് താഴെ ഇങ്ങനെ കൊടുത്തത്. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് എന്താണ്? നേരം വൈകുന്നു. നേരം വൈകുന്നു മോളേന്ന് സാഷാന്ന് വിളിക്കുകയാണ്. ആരാ അങ്ങനെ? നിങ്ങളെങ്ങനെ ആരോ ഒന്ന് വിളിക്കലുണ്ടല്ലേ രാവിലെ സ്കൂളിൽ പോകാൻ നേരത്ത് ഇല്ലേ? എന്താണ്? നേരം വൈകുന്നു, എഴുന്നേക്കും എന്ന് പറഞ്ഞിട്ട് വിളിച്ചുണർത്താറില്ലേ? ആരായിരിക്കും അല്ലേ? നിങ്ങളുടെ അമ്മ വിളിച്ചുണർത്താറില്ലേ? ദ മദർ കാൾഡ് സാഷ ഇൻ എ സോഫ്റ്റ് വോയിസ്. അമ്മ സാഷയെ മൃദുവായ സ്വരത്തിൽ വിളിച്ചു. എന്താണ്? സോഫ്റ്റായിട്ട് മെല്ലെ വിളിക്കുകയാണ്. അമ്മയാണ് വിളിക്കുന്നതില്ലേ, സാഷനെ വിളിക്കുകയാണ്. സാഷ ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് ഡിയർ, നേരം വൈകുന്നു മോളെ എന്ന് വിളിക്കുകയാണ്. ഷീ വാസ് ഹാഫ് അസ്ലീപ്പ്. എന്താണ്? അവൾ പാതി ഉറക്കത്തിലായിരുന്നു അല്ലേ. ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? പകുതി എന്ന മീനിങ് അല്ലേ. സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഉറങ്ങുക. അപ്പം എന്താണ്? പകുതി മയക്കത്തിലായിരുന്നു, പകുതി ഉറക്കത്തിലായിരുന്നു അല്ലേ. നിങ്ങളും അങ്ങനെ തന്നെയല്ലേ? വിളിച്ചാലെന്താ? നിങ്ങളുടെ അമ്മ വന്ന് വിളിച്ചാൽ എഴുന്നേക്കില്ല, പകുതി ഉറക്കത്തിലായിട്ട് വീണ്ടും അവിടെ തന്നെ കിടക്കും. അപ്പം അമ്മ വന്നിട്ട് എഴുന്നേക്കും, നേരം വൈകുന്നു എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പോൾ സാഷ എന്താ പറയുന്നത്? ഓ അമ്മ, ലെറ്റ് മീ സ്ലീപ്പ് എ ലിറ്റിൽ ലോങ്ങർ. എന്താണ്? ഓ അമ്മ, അയ്യോ അമ്മേ, ഞാൻ കുറച്ചുകൂടി ഉറങ്ങട്ടെ എന്ന് ചോദിക്കുകയാണല്ലേ. ലെറ്റ് മീ സ്ലീപ്പ് എ ലിറ്റിൽ ലോങ്ങർ. എന്താണ്? ലെറ്റ് മീ സ്ലീപ്പ്, ഞാൻ ഉറങ്ങട്ടെ എന്ന്, കുറച്ചും കൂടി ഉറങ്ങട്ടെ എന്നുള്ള അനുവാദം ചോദിക്കുകയാണ്. ലെറ്റ് മീ. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ലെറ്റ് മീ ഡ്രോ അല്ലെ ലെറ്റ് മീ ഡ്രീം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ലെറ്റ് മീ സ്ലീപ്പ്, ഞാൻ എന്താണ്? കുറച്ചുകൂടി ഉറങ്ങട്ടെ. ലെറ്റ് മീ സ്ലീപ്പ് എ ലിറ്റിൽ ലോങ്ങർ, കുറച്ചുകൂടി ഉറങ്ങട്ടെ. അപ്പം എന്താണ് അമ്മ പറയുന്നത് അല്ലേ? അടുത്ത കോഴ്സിൽ എന്താണ്? നോ ഡിയർ ഇറ്റ്സ് ആൾറെഡി ലേറ്റ്. ഇല്ല പ്രിയേ, ഇതെന്താണ്? വൈകി, ഇതിനകം വൈകി. ആൾറെഡി നേരം എന്താണ്? നേരം വൈകിയിട്ടുണ്ട്. മദർ കെയിം ഇൻ ആൻഡ് ജെൻലി പാറ്റഡ് ഹെർ. മദർ എന്താണ്? അമ്മ ഉള്ളിലേക്ക് കയറി. കെയിം ഇൻ, ഉള്ളിലേക്ക് കയറി. ആൻഡ് ജെൻലി പാറ്റഡ് ഹെർ എന്താണ്? അവളെ പതുക്കെ ഇങ്ങനെ തലോടുകയാണ്. ഇത് അവിടെ കണ്ടില്ലേ? പതുക്കെ അവളെ ഒന്ന് തല്ലി, പതുക്കെ ഒന്ന് തലോടി. ഇത് അമ്മ വന്ന് അവളെ മെല്ലെ തലോടി, പതുക്കെ അടിച്ചു. അപ്പോൾ അവൾ എന്ത് ചെയ്തു? ഷീ ഗോട്ട് ഔട്ട് ഓഫ് ബെഡ്. അവളെന്താണ്? സാഷ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു അല്ലേ. സാഷ ഗോട്ട് ഔട്ട് ഓഫ് ബെഡ്. സാഷ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. ഗോട്ട് ഔട്ട് ഓഫ് ബെഡ്, ബെഡിൽ നിന്നാണ് എഴുന്നേൽക്കുന്നത്. റബ്ബിങ് ഹെർ ഐസ്. എന്താണ്? കണ്ണുകൾ തിരുമ്മി. എങ്ങനെയാണ്? അവളുടെ കണ്ണുകൾ ഇങ്ങനെ തിരുമ്മുകയാണല്ലേ, റബ്ബ് ചെയ്യാണ്. നിങ്ങളെന്താണ്? എഴുന്നേറ്റിട്ട് ആ ഉറക്കമായിട്ട് ശരിയാവാഞ്ഞാൽ നിങ്ങൾ കണ്ണുകൾ ഇങ്ങനെ തിരുമ്മില്ലേ, അങ്ങനെ സാഷ തിരുമ്മുകയാണ്. എന്നിട്ട് എന്താണ് അവൾ പറയുന്നത്? വാട്ട്സ് ദാറ്റ് സ്മെൽ ലവ്ലി. എന്താണ് ആ സ്മെല്ല്? വാട്ട്സ് ദാറ്റ് സ്മെൽ, ആ മണം എന്താണ്? ആ സ്മെല്ല് എന്താണ്? ലവ്ലി എന്താണ്? നല്ല നല്ല ഇഷ്ടമുള്ള മണം അല്ലേ, മനോഹരമായിട്ടുള്ള സ്മെൽ. ഷീ ടുക്ക് എ ഡീപ്പ് ബ്രീത്ത്. അവളെന്താണ്? ശ്വാസം ഇങ്ങനെ എടുത്തു, ദീർഘശ്വാസം എടുത്തു. അവളൊരു ദീർഘശ്വാസം എടുത്തു, ഇങ്ങനെ ഡീപ്പ് ബ്രീത്ത് ശ്വാസം എടുത്തു. എന്താണ്? ആ സ്മെല്ല് ഇങ്ങനെ നല്ല സ്മെല്ല് കിട്ടിയപ്പോൾ അത് വലിച്ചെടുത്തു. ഷീ റഷ്ഡ് ടു ദി കിച്ചൺ. അവളെന്താണ്? കിച്ചണിലേക്ക് പെട്ടെന്ന് പോയി. മദർ ഫോളോവുഡ് ഹെർ. മദർ എന്താണ്? അവളെ പിന്തുടർന്നു, അനുഗമിച്ചു. അവളുടെ ബാക്കിൽ മദറും പോയി.
അല്ലേ ഇതിൽ എന്തൊക്കെ വേർഡ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇതിൻ്റെ മീനിങ് ഞാൻ ഡയറക്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മീനിങ് എഴുതിയെന്നുള്ളൂ. ഡയറക്റ്റ് ആയിട്ടുള്ള വേർഡ്സിൻ്റെ മീനിങ് നിങ്ങൾ എന്താണ് ബൈ ഹാർട്ടായിട്ട് പഠിക്കണം. ഏതൊക്കെയാണ് ഡിഫിക്കൽട്ട് വേർഡ്സ്, നിങ്ങൾക്ക് അറിയാത്ത വേർഡ്സ്? സണ്ണി സൂര്യപ്രകാശമുള്ള, പീപ്പിഡ് ഒളിഞ്ഞു നോക്കി, ജെൻലി പതുക്കെ, പാറ്റഡ് തലോടി, റബ്ബിംഗ് തിരുമ്മുക, ബ്രീത്ത് ശ്വാസം, റഷ്ഡ് കുതിച്ചു. എന്താണ് ഏറ്റവും താഴെ എന്താണ് ഒരു ഓറഞ്ച് കളർ ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ, എന്താണ് ചോദിക്കുന്നത്? വൈ ഡിഡ് സാഷ റഷ് ടു ദി കിച്ചൺ? എന്തിനാണ് സാഷ കിച്ചണിലേക്ക് കുതിച്ചത്? എന്തിനാണ് തിരക്കിട്ട് പോയത് അല്ലേ? അവക്കെന്തോ ഇഷ്ടപ്പെട്ട സ്മെല്ല് കിട്ടിയിട്ടാണല്ലേ. ബിക്കോസ് എ ഗുഡ് സ്മെൽ കെയിം ഫ്രം ദി കിച്ചൺ. എന്താണ് ഒരു നല്ല സ്മെല്ല് കിച്ചണിൽ നിന്ന് വന്നത് കൊണ്ടാണല്ലേ. വാട്ട് വിൽ ഷീ സീ ഇൻ ദി കിച്ചൺ? കിച്ചണിൽ അവൾ എന്തായിരിക്കും കണ്ടത് അല്ലേ? എന്താ കണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാമല്ലേ. ഓക്കെ, അങ്ങനെ എന്താണ് സാഷ കിച്ചണിലേക്ക് പോയല്ലേ. കിച്ചണിൽ എന്താണല്ലേ അവളുടെ ഫാദർ എന്താണ് എന്തോന്ന് ഉണ്ടാക്കുന്നുണ്ടല്ലേ. ആ സ്മെല്ല് കേട്ടിട്ടാണ് അവൾ കിച്ചണിലേക്ക് പോയത്. ഓക്കെ, നെക്സ്റ്റ് സാഷാസ് ഫേവറേറ്റ് സ്നാക്ക്. സാഷയുടെ ഇഷ്ടപ്പെട്ട സ്നാക്ക്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്നാക്ക് ഏതാണ്? ഫുഡ് ഏതാണ് അല്ലേ? നമുക്ക് നോക്കാം സാഷൻ്റെ ഫേവറേറ്റ് സ്നാക്ക് എന്താണെന്ന്. ഫാദർ വാസ് ബിസി ഇൻ ദി കിച്ചൺ. ഫാദർ എന്താണ് അടുക്കളയിൽ തിരക്കിലായിരുന്നു. കിച്ചണിൽ എന്താണ് ബിസിയാണ്, തിരക്കിലാണ്. എന്തോന്ന് ഉണ്ടാക്കുന്ന തിരക്കിലാണല്ലേ അച്ഛൻ. സാഷ യുവർ ഫേവറേറ്റ് സ്നാക്ക് ഈസ് റെഡി ഹീ സെയ്ഡ്. എന്താണ് ഫാദർ എന്ത് പറഞ്ഞു? സാഷ യുവർ ഫേവറേറ്റ് സ്നാക്ക് ഈസ് റെഡി. നിൻ്റെ ഇഷ്ടപ്പെട്ട സ്നാക്ക് എന്താണ് റെഡി ആയിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുകയാണല്ലേ. എന്താണ് നിൻ്റെ പ്രിയപ്പെട്ട ലഘുഭക്ഷണം സ്നാക്ക് എന്താണ് തയ്യാറാണ്. അവൻ ഹീ സെയ്ഡ് പറഞ്ഞാൽ അവൻ പറഞ്ഞു, അതായത് ഇവിടെ ഫാദർ പറഞ്ഞു. എന്താണ് വീണ്ടും കോഡ്സിലില്ലേ ആരാ പറയുന്നത്? സാഷ ആസ്ക്ഡ്. സാഷ എന്താണ് ചോദിക്കുന്നത്? അമ്മ ഷാൾ ഐ ടേക്ക് സം ഓഫ് ഇറ്റ് ടു സ്കൂൾ. എന്താണ് ഷാൾ ഐ ടേക്ക് ഞാൻ എടുക്കട്ടെ, സം കുറച്ച്, സം ഓഫ് ഇറ്റ് അതിൽ കുറച്ച്, ടു ദി സ്കൂൾ ടു സ്കൂള് എന്താണ് സ്കൂളിലേക്ക്. സാഷ ആസ്ക്ഡ് സാഷ ചോദിച്ചു എന്താണ് ഞാൻ കുറച്ച് സ്കൂളിലേക്ക് എടുക്കട്ടെ. അമ്മേ ഞാൻ അതിൽ നിന്ന് കുറച്ച് സ്കൂളിലേക്ക് കൊണ്ടുപോകട്ടെ. ഷാൾ ഐ ടേക്ക് ഞാൻ എന്താണ് എടുക്കട്ടെ. എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയോട് എന്തെങ്കിലും എടുക്കട്ടെ എന്നുള്ള അനുവാദം ചോദിക്കാൻ പെർമിഷൻ നിങ്ങളെങ്ങനെ ചോദിക്കും അല്ലേ? നിങ്ങളെന്താണ് നിങ്ങളുടെ അമ്മയോട് അച്ഛനോടൊക്കെ പോയി ഒന്ന് ചോദിച്ചു നോക്കുക. ഷാൾ ഐ ടേക്ക് യുവർ മൊബൈൽ ഫോൺ അല്ലേ, ഷാൾ ഐ ടേക്ക് യുവർ ബുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചു നോക്കുക. അവർക്ക് നല്ല സന്തോഷമാവില്ലേ നിങ്ങൾ ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ. എന്താണ് എടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. ഷാൾ ഐ ടേക്ക് പെർമിഷൻ ചോദിക്കുകയാണ്. ഷാൾ ഐ ടേക്ക് സം ഓഫ് ഇറ്റ് ടു സ്കൂൾ സ്കൂളിലേക്ക് അതിൽ നിന്ന് കുറച്ച് എടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. സാഷ ആസ്ക്ഡ് ആസ്ക് ചെയ്യാണ്, ചോദിക്കുകയാണ്. ഷുവർ എന്ന് പറഞ്ഞാൽ എന്താണ്? തീർച്ചയായും ഡിയർ പ്രിയപ്പെട്ടവൾ എന്നുള്ള മീനിങ് ആണ് ഷുവർ ഡിയർ. ഗോ ആൻഡ് ഗെറ്റ് റെഡി പോയി റെഡിയാകൂ. ഗോ പോകൂ, ഗെറ്റ് റെഡി അങ്ങനെ സ്കൂളിൽ പോകാൻ റെഡിയാകൂ, ഗെറ്റ് റെഡി. മദർ സെഡ് മദർ പറഞ്ഞു, അമ്മ പറഞ്ഞു. ഷീ വെൻറ്റ് ടു ദി വാഷ്റൂം അവൾ എങ്ങോട്ട് പോയി? വെൻറ്റ് ടു ദി വാഷ്റൂം വാഷ്റൂമിലേക്ക് പോയി. ഹമ്മിങ് എ ട്യൂൺ എന്താണ് ഒരു ട്യൂണ്, ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ട് ഒരു രാഗം മുയക്കി ഒരു പാട്ട്, മൂളിപ്പാട്ട് ഉണ്ടാവില്ല, അങ്ങനെ ഒരു ട്യൂൺ ഉണ്ടാക്കിക്കൊണ്ട് അവൾ എന്താണ് വാഷ്റൂമിലേക്ക് പോയി. സാഷ ആർ നോട്ട് യു റെഡി യെറ്റ്. എന്താണ് നീ ഇവരെ റെഡി ആയില്ലേ, പോവാൻ വേണ്ടിയിട്ട് തയ്യാറായില്ലേ എന്ന്. ആർ നോട്ട് യു നീ റെഡി ആയില്ലേ. ആർ നോട്ട് യു റെഡി യെറ്റ് എന്ന് പറഞ്ഞാൽ ഇതുവരെയായിട്ടും റെഡി ആയില്ലേ. ഇറ്റ് വാസ് നെവീൻ ഹെർ ഫ്രണ്ട്. ആരാണ് ചോദിച്ചത്? നെവീൻ അവളുടെ സുഹൃത്താണല്ലേ. നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ സ്കൂളിൽ പോകാൻ വേണ്ടി കാത്തു നിൽക്കാൻ വരില്ലേ, അതേപോലെ നെവീൻ എന്താണ് അവൾ റെഡി ആയില്ലേ, ഇതുവരെ റെഡി ആയില്ലേ എന്ന് ചോദിക്കുകയാണ്. ഹി വാസ് വെയിറ്റിംഗ് അറ്റ് ദി ഗേറ്റ്. അവനെന്താണ് ഗേറ്റിൽ കാത്തു നിൽക്കുകയായിരുന്നു അല്ലേ. വെയിറ്റ് ചെയ്യാണ്, കാത്തു നിൽക്കുകയാണ്. അറ്റ് ദി ഗേറ്റിൻ്റെ അടുത്ത് കാത്തു നിൽക്കുകയാണ്. ജസ്റ്റ് 5 minutes സാഷ ഹറീഡ് അപ്പ്. എന്താണ് വെറും 5 minutes, ജസ്റ്റ് 5 minutes. സാഷ ഹറീഡ് അപ്പ് സാഷ വേഗം പോയി. എന്താണ് തിരക്ക് കൂട്ടാണല്ലേ, വേഗം 5 minute കൊണ്ട് റെഡി ആവാമെന്ന് പറയാണ്. ജസ്റ്റ് 5 minutes. ഇതിലുള്ള ഡിഫിക്കൽട്ട് വേർഡ്സും അതിൻ്റെ മീനിങ്ങും നമുക്ക് നോക്കാം. സ്നാക്ക് പലഹാരം, ഹമ്മിങ് മൂളിക്കൊണ്ട്, ഹറീഡ് തിരക്ക് കൂട്ടി. ഇനി എന്താണ് താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ. വാട്ട് ഈസ് സാഷാസ് ഫേവറേറ്റ് സ്നാക്ക്? സാഷൻ്റെ ഫേവറേറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ട സ്നാക്ക് ഏതാണ്? ക്യാൻ യു മേക്ക് എ ഗസ്? നിങ്ങൾക്ക് എന്താണ് ഊഹിക്കാൻ കഴിയുമോ? ഒരു ഗസ് നിങ്ങൾ പറഞ്ഞു നോക്കുക, എന്തായിരിക്കും അല്ലേ. അച്ഛൻ എന്തോ ഉണ്ടാക്കുന്നുണ്ട് അതായിരിക്കും അല്ലേ. ഓക്കെ, സാഷയുടെ ഫേവറേറ്റ് സ്നാക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ്? ദി സർപ്രൈസ്.
എന്താണ് സർപ്രൈസ് അല്ലേ? നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് കിട്ടുന്നൊരു ഗിഫ്റ്റാണ് സർപ്രൈസായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബർത്ത്ഡേക്കൊക്കെ സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടാറില്ലേ? നിങ്ങൾ പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും ഒന്ന് കിട്ടാറില്ലേ? നിങ്ങൾക്ക് എന്തൊക്കെ ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ട്? സാഷ ആൻഡ് നെവിൻ റീച്ച്ഡ് സ്കൂൾ ജസ്റ്റ് ബിഫോർ ദി ബെൽ റാങ്. ബെല്ലടിക്കുന്നതിന് തൊട്ട് മുമ്പ് സാഷയും നെവിനും സ്കൂളിലെത്തി. സാഷ ആൻഡ് നെവിൻ റീച്ച്ഡ് എത്തി എവിടെ? സ്കൂളിൽ. ജസ്റ്റ് ബിഫോർ ദി ബെൽ റാങ്. ബിഫോർ എന്ന് പറഞ്ഞാൽ മുന്നേ. ദി ബെൽ റാങ് ബെല്ലടിക്കുന്നതിന് തൊട്ട് മുന്നേ. ജസ്റ്റ് ബിഫോർ തൊട്ട് മുന്നേ. ഇറ്റ് സ്മെൽ നൈസ്. വാട്ട്സ് ഇൻ യുവർ ബാഗ്? നെവിൻ ആസ്ക്ഡ്. നെവിൻ എന്ത് ചോദിച്ചു? നെവിൻ ചോദിച്ചു. ഇറ്റ് സ്മെൽ നൈസ്. നല്ല മണം അല്ലേ? നല്ല നൈസായിട്ടുള്ള സ്മെല്ല്. വാട്ട്സ് ഇൻ യുവർ ബാഗ്? എന്താ നിൻ്റെ ബാഗിൽ? ബാഗിൽ എന്താണെന്ന്. വാട്ട്സ് ഇൻ യുവർ ബാഗ്? നിൻ്റെ ബാഗിൽ എന്താണ്? നെവിൻ ചോദിച്ചു. നെവിൻ ആസ്ക്ഡ്. ഇറ്റ്സ് എ സർപ്രൈസ്. വെയിറ്റ് ഫോർ എ വൈൽ. എന്താണ്? അതൊരു സർപ്രൈസാണ്. കുറച്ച് നേരം കാത്തിരിക്കൂ. വെയിറ്റ് ഫോർ എ വൈൽ. കുറച്ച് നേരം കാത്തു നിൽക്കാൻ, വെയിറ്റ് ചെയ്യാൻ. അതെന്താണ്? സർപ്രൈസാണല്ലേ? നെവിൻ അറിയില്ല അതെന്താണെന്ന്. സാഷ ടുക്ക് ഔട്ട് ദി ടിഫിൻ ബോക്സ് ആൻഡ് ഓപ്പൺഡ് ഇറ്റ്. സാഷ എന്താണ്? ടിഫിൻ ബോക്സ് എടുത്ത് തുറന്നു. എന്താണ്? സാഷ ടുക്ക് ഔട്ട് ദി ടിഫിൻ ബോക്സ്. ടിഫിൻ ബോക്സ് എടുത്തു. ആൻഡ് ഓപ്പൺഡ് ഇറ്റ്. ഓപ്പൺഡ് തുറന്നു. വാവ് ഉണ്ണിയപ്പം. നെവിൻ എക്സ്ക്ലൈംഡ്. എന്താണ്? വാവ് എന്തായിരുന്നു അത് അല്ലേ? ഉണ്ണിയപ്പമാണ്. നെവിൻ എക്സ്ക്ലൈംഡ്. നെവിൻ എന്താണ്? ആർത്ത് വിളിച്ചു. ഉണ്ണിയപ്പം ഉണ്ണിയപ്പം എന്ന് പറഞ്ഞിട്ട് അവന് സന്തോഷം കൊണ്ട് എന്താണ്? അവൻ ആർത്ത് വിളിച്ചു. ആൾ ദി ചിൽഡ്രൻ റഷ്ഡ് ടുവേർഡ്സ് സാഷ. എന്താണ്? എല്ലാ കുട്ടികളും സാഷയുടെ അടുത്തേക്ക് എന്താണ്? റഷ് ചെയ്തിട്ട് കുതിച്ചിട്ട് വന്നു. ടുവേർഡ്സ് സാഷ. സാഷയുടെ അടുത്തേക്ക് എല്ലാവരും ഇതാ ഇങ്ങനെ ഉണ്ണിയപ്പം തുറന്നപ്പോൾ അതാ ഇങ്ങനെ എല്ലാവരും ഓടി വന്നു. വെയിറ്റ് ഡോണ്ട് റഷ് ദെയർസ് ഇനഫ് ഫോർ എവ്രി വൺ. നെവിൻ സെഡ്. നെവിൻ പറഞ്ഞു. നെവിൻ എന്താണ് പറഞ്ഞത്? വെയിറ്റ് കാത്തു നിൽക്കൂ. ഡോണ്ട് റഷ് തിരക്ക് കൂട്ടരുത്. റഷ് തിരക്ക്. ഡോണ്ട് തിരക്ക് കൂട്ടരുത്. ദർ ഈസ് ഇനഫ് ഫോർ എവ്രി വൺ. എല്ലാവർക്കും ഉള്ളതുണ്ട് അല്ലേ? ഇനഫ് ഫോർ എവ്രി വൺ. എവ്രി വൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും. എല്ലാവർക്കും ഉള്ളത് ഉണ്ട്. അറ്റ് ദാറ്റ് മൊമെൻറ്റ്. ആ സമയം. ആ സമയത്ത്. അറ്റ് ദാറ്റ് മൊമെൻറ്റ്. മൊമെൻറ്റ് പറഞ്ഞാൽ ആ സമയത്ത്. സംവൺ. സംവൺ പറഞ്ഞാൽ ആരോ ഒരാൾ. നമുക്കറിയാത്ത ഒരാളെ നമ്മൾ സംവൺ. ആരോ ഒരാൾ. അറിയുന്ന ആളാണ് നമ്മൾ പേര് പറയും അല്ലേ? ആരോ ഒരാൾ. സംവൺ അപ്പിയേർഡ് അറ്റ് ദി വിൻഡോ. അപ്പിയേർഡ് പ്രത്യക്ഷപ്പെട്ടു. അറ്റ് ദി വിൻഡോ. വിൻഡോൻ്റെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു. ഹേ ഹൂ ഈസ് ദാറ്റ്? സാഷ ആസ്ക്ഡ്. ഹേ ആരാ അത്? സാഷ ചോദിച്ചു. ഹൂ ഈസ് ദാറ്റ്? ആരാണത്? സാഷ ആസ്ക്ഡ്. ആസ്ക്ഡ് എന്ന് പറഞ്ഞാൽ സാഷ ചോദിച്ചു. ആരായിരിക്കും? ഇവിടെ എന്താണ്? ഒരു ബോക്സിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ? സാഷ സോ സംബഡി അറ്റ് ദി വിൻഡോ. സാഷ എന്താണ്? ആരോ ഒരാളെ കണ്ടു. വിൻഡോൻ്റെ അടുത്ത് കണ്ടു. ഹൂ കുഡ് ദാറ്റ് ബി? ആരായിരിക്കും അത്? ആരായിരിക്കും ജനലിൻ്റെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടത്? അതാരാണെന്ന് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇന്ന് എടുത്തത് എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടമായവർ ഇതിൻ്റെ ബാക്കി ഭാഗം വേഗം അപ്ലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നിങ്ങളുടെ മറ്റുള്ള സബ്ജക്ട്സും ഞാനിതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാത്സ് വേണ്ടവർ മാത്സിൻ്റെ പ്ലേലിസ്റ്റിലും സയൻസ് വേണ്ടവർ സയൻസിൻ്റെ പ്ലേലിസ്റ്റിലും നോക്കിയാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്.